Hi, very good morning to all of you. Today I would like to discuss about some most important questions which is asked in the coming fourth semester BBA examination under the subject Financial Management 4BO7 BBA Financial Management. That is fourth semester BBA 2019 അഡ്മിഷൻ പ്രകാരമുള്ള പുതിയ കുട്ടികൾക്കുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലിസൺ ദ ക്ലാസ് അണ്ടിൽ ദ എൻഡ് കെയർഫുള്ളി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള സബ്ജക്റ്റ് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ മീനിങ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും എന്നാലും കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിട്ടുള്ളതും ആ ഒരു ഡെഫിനിഷനാണ്. ഒരുപാട് ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അക്കോർഡിംഗ് ടു ഹവാർഡ് ആൻഡ് ഉപ്ടൺ HOWARD UPTON. Financial management is the application of general management principles in the areas of financial decision making. അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ടു ദ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് രണ്ടായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഇസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. സോ പ്രോഫിറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എവറി ബിസിനസ് എൻ്റർപ്രൈസസ്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു സേഫ് ഗാർഡ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് ഹു ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ കമ്പനി. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക? ഒരുപാട് പ്രോഫിറ്റ് ബിസിനസ്സിന് ഏൺ ചെയ്ത് കൊടുക്കുക. സോ ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കിട്ടുന്നത്, റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ആ ഏൺ ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. സോ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ ആർ കമ്മിങ് അണ്ടർ ദിസ് ഒബ്ജക്റ്റീവ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സോളമൻ എസ്ര, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് ടു മാക്സിമൈസ് ദ ഓണേഴ്സ് വെൽത്ത്. ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഓണേഴ്സ് വെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ? വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ദ ലോങ് റൺ. ആർക്കും അറിയാത്തൊരു സംഭവമാണത്. വെൽത്ത് മാക്സിമൈസേഷൻ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ വാട്ട് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെയ്തേക്കും എപ്പോഴും ഒരു ആൻസർ കിട്ടാത്തൊരു ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ ലിസൺ ചെയ്യുക. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് കേട്ടാൽ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ദ ലോങ് റൺ. സോ എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങും ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. സോ അതുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് മാറിയത്. സോ ഇതാണ് മെയിൻ 2 ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് കൂടാണ്ട് അതർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ ടു റേസ് ദ ഫിനാൻസ് അറ്റ് റീസണബിൾ കോസ്റ്റ് വെൻ ഇറ്റ് ഈസ് നീഡഡ്, ദെൻ ടു എൻഷുർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, then to decide or design an optimum capital structure, then next one to harmonize the objectives of financial management with the overall objectives of the business. ഇതും നമുക്ക് വേണമെങ്കിൽ അതർ ഒബ്ജക്റ്റീവ്സിൽ പെടുത്താം. The next question എന്ന് പറയുന്നത് what is cost of capital and what are the factors affecting cost of capital. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുമ്പേ ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലൊരു സംശയമില്ല. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് അതായത് ഷെയർ ഹോൾഡേഴ്സ് ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. സോ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസ്, അതായത് നമ്മൾ ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസിലെ ചേഞ്ചസ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ചേഞ്ചസ് വരുത്തും. പിന്നെ റിസ്ക്, അതായത് റിസ്ക് നല്ലോണം ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റിസ്ക് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ദെൻ എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്, നമുക്ക് എത്ര എമൗണ്ട് ആണോ ഏതൊക്കെ കോമ്പിനേഷൻസ് ഓഫ് ഫിനാൻസ് ആണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ഫിനാൻസ് ആണ് കൂടുതൽ വരേണ്ടത്, ഡെപ്റ്റ് ഫിനാൻസ് കുറച്ചേ വേണ്ടൂ എങ്കിൽ ഇക്വിറ്റി ഫിനാൻസിൻ്റെ കോസ്റ്റ് ഡെപ്റ്റ് ഫിനാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്,
അങ്ങനെ അതായത് എത്ര എമൗണ്ട് അല്ലെങ്കിൽ ഏതിൽ വഴിയിലാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്, ആ ഒരു തീരുമാനമൊക്കെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ബിസിനസ് തുടങ്ങിയ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഡെപ്റ്റ് ക്യാപിറ്റലാണ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബിസിനസ്സിൽ ലാഭമാണെങ്കിലോ നഷ്ടമാണെങ്കിലോ ആദ്യത്തെ ഒരു 1, 2, 3 വർഷം എന്തായാലും ബിസിനസ് ലോസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് ബിസിനസ്സിന് ചിലപ്പം ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇക്വിറ്റി ഫിനാൻസാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ബിസിനസ്സാണോ, എങ്ങനെയാണോ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറും. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റാണ്. ഇറ്റ് ഇസ് എ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. അപ്പോൾ ന്യൂ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ പുതിയ സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ ഉൾപ്പെടുന്നത് ലീഗൽ ഫീസ് വരാം, അല്ലെങ്കിൽ പ്രിൻറ്റിങ് എക്സ്പെൻസ് വരാം, അല്ലെങ്കിൽ സെയിൽസ്മാൻ കമ്മീഷൻ പോലെയുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ദെൻ ടാക്സസ്, നമ്മൾ ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ദെൻ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് കംപ്ലീറ്റ് നമ്മൾ മൊത്തത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ആ മൊത്തത്തിൽ പ്രോഫിറ്റ് നമ്മൾ റിട്ടേൺ ചെയ്ത് മാറ്റി വെക്കുന്നില്ല. അപ്പോൾ എത്ര എമൗണ്ട് ആണോ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത്, എത്ര എമൗണ്ട് ആണോ റിട്ടേൺഡ് ആയിട്ട്, അപ്പോൾ റിട്ടേൺഡ് പോർഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കോസ്റ്റിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്. ജസ്റ്റ് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതണം. ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 terms, namely capital and structure. അപ്പോൾ capital means total investment required, then structure means the composition or pattern. So total together capital structure means the mixture or a composition of long-term debt and equity issued by a company to finance the operation. അതായത് ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിൻ്റെ ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു പാറ്റേണിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ടു ബോറോഡ് ഫണ്ട്സ്. അതായത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോറോഡ് ഫണ്ട്സ്, അതായത് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുള്ളതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ ഐഡിയ ഓഫ് നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഐഡിയ ഓഫ് റീറ്റെയിനിങ് കൺട്രോൾ. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കണം, അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കണോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കണോ എന്നുള്ളതിനനുസരിച്ച്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടി വരും ഇക്വിറ്റി ക്യാപിറ്റലിനേക്കാളും. അപ്പോൾ ആരുടെ കയ്യിലാണോ ബിസിനസ്സിൻ്റെ കൺട്രോൾ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലാണ് ഡെപ്റ്റ് ക്യാപിറ്റലിനേക്കാളും കുറച്ചും കൂടി നല്ലത്. അതാണ് ഫ്ലെക്സിബിലിറ്റി. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് അതായത് എപ്പോഴും ഒരു നിശ്ചയ എമൗണ്ട് ഇത്ര പെർസെൻറ്റേജ് കറക്റ്റ് ഒരു റെഗുലർ ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏർണിങ്സ് സ്റ്റേബിളാണ്, ഏർണിങ്സിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അങ്ങനെ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലാണോ ഡെപ്റ്റ് ക്യാപിറ്റലാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം മാറേണ്ടി വരും. ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ അത് വെഞ്ചേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കോൺഷ്യസ് അല്ലാത്ത ലെസ് കോൺഷ്യസ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വെഞ്ചേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആണെങ്കിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വെഞ്ചേഴ്സ് അതായത് ദേ ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് ആണെങ്കിൽ അവർ ഇക്വിറ്റി ഫിനാൻസാണ് നല്ലത് ഡെപ്റ്റ് ക്യാപിറ്റലിനേക്കാളും. കാരണം ഇക്വിറ്റി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ, അതർവൈസ് കൊടുക്കണ്ട. അപ്പോൾ അവർ ആ റിസ്ക് ഏറ്റെടുക്കാൻ ആ ഷെയർ ഹോൾഡേഴ്സ് വില്ലിങ് ആയിരിക്കും. ഇനി അതല്ല ലെസ് കോൺഷ്യസ് ആണ്, റിസ്ക് ഏറ്റെടുക്കാൻ തീരെ താല്പര്യമില്ല, അവർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേൺ അതിൻ്റെ അടുത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് ക്യാപിറ്റലാണ് ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഇത് മാറും. പിന്നെ പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ബിസിനസ്, സൈസ് നേച്ചറിനനുസരിച്ച് നമ്മൾ ക്യാപിറ്റൽ എമൗണ്ടിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പിനേഷനിൽ മാറ്റം വരും. പിന്നെ വരുന്നത് പീരീഡ് ഓഫ് ഫിനാൻസ്. നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ള ഫിനാൻസ് എങ്ങനെയാണ് റേസ് ചെയ്യേണ്ടത്, അല്ല ലോങ് ടേം ആവശ്യത്തിനാണോ, അപ്പോൾ അതിൻ്റെ പീരീഡിനനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് ബൂം, റിസഷൻ, ഡിപ്രഷൻ പോലെയുള്ള എക്സ്റ്റേണൽ ജനറൽ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ
ലീഗൽ എക്സ്പെൻസൊക്കെ കൂടുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എമൗണ്ടിൽ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഐഡിയൽ കോമ്പിനേഷൻ ഓഫ് ബോറോഡ് ആൻഡ് ഓൺഡ് ക്യാപിറ്റൽ ദാറ്റ് മേ മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ. അതായത് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡിയൽ കോമ്പിനേഷൻ എത്ര എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഫിനാൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ഓഫ് ബോറോഡ് ഫണ്ട്സ് യൂസ് ചെയ്തതിലാണ് നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഐഡിയൽ അല്ലെങ്കിൽ ആ പ്രോപ്പർ കോമ്പിനേഷനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഐഡിയൽ കോമ്പിനേഷൻ ഓഫ് ബോറോഡ് ആൻഡ് ഓൺഡ് ക്യാപിറ്റൽ ദാറ്റ് മേ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെയും പറയാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കൂട്ടാനോ ഉള്ള ഐഡിയൽ കോമ്പിനേഷനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എബിറ്റ് EPS അനാലിസിസ് ആണ്. എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിൻ്റെ ഷോർട്ട് ഫോം ആണ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് യൂസ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് EPS ഹാസ് ദ ഹയസ്റ്റ് എമൗണ്ട് ഫോർ ദ ഗിവൺ എമൗണ്ട് ഓഫ് എബിറ്റ്. ഒരു പ്രത്യേക എബിറ്റ് ഒരു പ്രത്യേക എബിറ്റിന് ഇത്ര എമൗണ്ട് EPS മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടെക്നിക്ക് മനസ്സിലാക്കുന്നതാണ് എബിറ്റ് EPS അനാലിസിസ്. സോ വൺസ് അഗെയിൻ എബിറ്റ് EPS അനാലിസിസ് ഇസ് എ ടെക്നിക് യൂസ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ വിച്ച് ദ വാല്യൂ of earnings per share has the highest amount for a given amount of earnings before interest and taxes. അതാണ് എബിറ്റ് EPS അനാലിസിസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഏതൊക്കെ ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിന് ആവശ്യമായ ക്യാപിറ്റലാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ meeting the day-to-day operations of the business. It is calculated by deducting the current asset from the current liabilities. So working capital is equal to current assets minus current liabilities ആണ്. സോ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ ഫാക്ടർ പറയുന്നതാണ് നേച്ചർ ഓഫ് ദ ബിസിനസ്. അതായത് നമ്മളിപ്പോൾ തുടങ്ങുന്ന ബിസിനസ് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ് എങ്കിൽ, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഓർഗനൈസേഷൻ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ല, ജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ട്രേഡിംഗ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. കാരണം വി ഹാവ് ടു ഇൻകർ ഹ്യൂജ് എമൗണ്ട് ഫോർ സ്റ്റോക്കിംഗ് ദ ഇൻവെൻട്രീസ് ആസ് വെൽ ആസ് ഫോർ ദ ഡെറ്റേഴ്സ്. അതാണ് നേച്ചർ ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത്. വേറെ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് എമൗണ്ടേ നമുക്ക് വേണ്ടി വരുള്ളൂ. ദെൻ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പാണ് പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ദ ടൈം ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ഇസ് കോൾഡ് പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ. സോ ലോങ്ങർ ദ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ ദ ലാർജർ വിൽ ബി ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ കൂടുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കൂടേണ്ടി വരും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ബിസിനസ് ആണ്. ലാർജ് ബിസിനസ് കൺസേൺ ആണെങ്കിൽ വി ഹാവ് ടു ഇൻകർ സോ മച്ച് എമൗണ്ട് ഫോർ ഇൻവെൻട്രീസ്. സോ വി നീഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ദ സ്പീഡ് വിത്ത് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് വിറ്റിട്ട് എത്ര ഫാസ്റ്റായിട്ടാണ് നമുക്ക് അതിൻ്റെ എമൗണ്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് ദ ടേൺ ഓവർ ഈസ് ഹയർ ഇറ്റ് വിൽ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കുറഞ്ഞാൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനാണത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ഇഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് എ ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ദെൻ ഇറ്റ് വിൽ റിക്വയർ ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ദെൻ സീസണൽ ഫ്ലക്ച്വേഷൻ. അതായത് സർട്ടൻ ഇൻഡസ്ട്രീസ് സീസണിൽ മാത്രം കച്ചവടമുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ
അങ്ങനെയുള്ള കേസിൽ ആ ഒരു പ്രത്യേക സീസണിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ദെൻ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻ, അതായത് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ബിസിനസ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹ്യൂമൻ എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മെഷീനറീസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആണോ പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടിൽ മാറ്റം വരും. പിന്നെ നമ്മൾ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്, അതായത് നമ്മൾ ബിസിനസ് ഒരു ഗ്രോയിങ് കൺസേൺ ആണ്, നീഡ്സ് ടു മോർ വർക്കിംഗ് ക്യാപിറ്റൽ ദാൻ അതർ ബിസിനസ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ടെക്നിക്സ് ചോദിച്ചാലും മെത്തേഡ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസറാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് നമ്മളൊരു പ്രോജക്റ്റിൻ്റെ പിന്നെ കോസ്റ്റിന് മാച്ചായിട്ട് എത്രമാത്രം റിട്ടേൺ കിട്ടും എന്നുള്ള പ്രോജക്റ്റിനെ അപ്രൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. അതിനുള്ള ടെക്നിക്സ് ഓർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ താഴെ ഇവിടെ ജസ്റ്റ് പേര് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ അത് 7 അതിൻ്റെ ആൻസർ ഇവിടെ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, PI മീൻസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, IRR മീൻസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പോൾ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു റിക്കവർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രോജക്റ്റ്. അതായത് ഇപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് 5 lakh ആണ്. അപ്പോൾ എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ആ 5 lakh നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്, ആ ടൈമിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ in short it is the period required to recover the cost of the investment ആണ്. അപ്പോൾ അതിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് കുറയുന്ന പ്രോജക്റ്റാണ് ഏറ്റവും നല്ല പ്രോജക്റ്റ്. ദ ഷോർട്ടർ ദ പേ ബാക്ക് പീരീഡ് ദ ബെറ്റർ ദ പ്രോജക്റ്റ്. ഇനി അതല്ല, നമുക്കിപ്പം ആനുവലി കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ഒരേ എമൗണ്ട് അല്ല, ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഡിഫറെൻറ്റ് എമൗണ്ട് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ആഡ് ചെയ്തിട്ട് എപ്പോഴാണോ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തും. അപ്പോൾ ഈ പേ ബാക്ക് പീരീഡിൻ്റെ കേസിൽ ഒരു പ്രധാന ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ആണ് കോസ്റ്റ്, നമുക്ക് ഓരോ മാസം 1 ലക്ഷം രൂപ അതിന് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ 10 മാസം കൊണ്ട് നമുക്ക് 10 ലക്ഷം രൂപ റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് അതിനുശേഷം ആ പ്രോജക്റ്റിന് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കുന്നില്ല. അപ്പോൾ പേ ബാക്ക് പീരീഡിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷനാണ് ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് മെത്തേഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എൻ്റയർ കോസ്റ്റ് ഓഫ് ദ എൻ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതിന് വേറൊരു പേരാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ARRൻ്റെ വേറൊരു പേരാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നും പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ഓൾ ദ ഏർണിങ്സ് ആഫ്റ്റർ ദ ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവൈഡിങ് ദം ബൈ ദ പ്രോജക്റ്റ് ലൈഫ്. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ഹയർ ദ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ദ ബെറ്റർ വിൽ ബി ദ പ്രോജക്റ്റ് ആൻഡ് വൈസ് വേഴ്സ. അതാണ് അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ARR കൂടുന്നതിനനുസരിച്ച് നല്ല പ്രോജക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ NPV മെത്തേഡ്. NPV എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നാണ്. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ under NPV method the present values of all cash inflows is compared against the present values of all cash outflows. The difference between the present value of cash inflow and cash outflow is called net present value. So net present value NPV is equal to the difference between present values of cash inflow minus present values of cash outflow. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് if the NPV of the project is negative then it is rejected. ആ പ്രോജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യണം. ഇതിന് NPV പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് പ്രോജക്റ്റ് വിൽ ബി സെലക്റ്റഡ്. അതാണ് അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ദെൻ മൂന്നാമത്തതാണ് PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ടു കമ്പയർ ദ പ്രോജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ. അതായത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോജക്റ്റിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ an important feature of profitability index is that it can also explain the net present value position of the investment also.
and if the profitability index or PI is equal to 1, then NPV will be equal to 0. If it is greater than 1, then NPV will be positive. If it is less than 1, the NPV will be negative. അതുകൊണ്ടാണ് NPV പൊസിഷനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ profitability index is particularly useful for appraising the projects on the basis of their profitability. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നത്. The next last method ആണ് IRR, internal rate of return method. അതായത് ഈ NPV മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തതിനാൽ അവിടെ നമ്മൾക്ക് റേറ്റ് ഓഫ് റിട്ടേൺ മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രോജക്റ്റ്, എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് ഈച്ച് ഇയർ ആർ ഡിസ്കൗണ്ടഡ് അറ്റ് വേരിയസ് റേറ്റ് till a rate is obtained at which the present values of cash inflow is equal to the initial investment or the return. അതായത് NPV മെത്തേഡിൻ്റെ ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് IRR മെത്തേഡ് വന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന എസ്റ്റിമേറ്റഡ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ത് ചെയ്യും, ഓരോ വർഷം അത് ഡിസ്കൗണ്ട് ചെയ്യും. ഒരു പ്രത്യേക റേറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ഓരോ പ്രത്യേക റേറ്റ് വെച്ചിട്ട് 10%, 11%, 12% എന്ന് വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കുക എപ്പോഴാണോ ഇത് ഏതിനോട് ഈക്വൽ ആകുന്നത്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഈക്വൽ ആകുന്നത്, അപ്പോൾ നമ്മൾ ആ റേറ്റ്, അപ്പോൾ ഒരു പ്രത്യേക ഇപ്പോൾ 10% വെച്ച് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്ത് നോക്കി ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആ പ്രത്യേക ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റുമായിട്ട് മാച്ചായി വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക റേറ്റാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. സോ ദസ് IRR is the rate of return at which the total present values of future cash inflow is equal to the initial investment. അതാണ് IRR എന്ന് പറഞ്ഞാൽ it is the rate at which the total present values of future cash inflow is equal to the initial investment. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതിന് മെയിനായിട്ട് രണ്ടാണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ട് വേണ്ടി വരുന്ന ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ്. നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ഒരു ബിസിനസ് കണ്ടിന്യൂസ്ലി എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വാരീസ് വിത്ത് വോളിയം ഓഫ് ബിസിനസ് വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ദിസ് ഇസ് അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. ഇപ്പോൾ സീസണൽ പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം നമുക്കൊരു എമൗണ്ട് വേണ്ടി വരും, പിന്നീട് നമുക്ക് ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് വാരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓവർ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിന് മതിയാകുന്നതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സെഗ്രിഗേഷനാണ് ഓവർ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ, അതായത് KE KD ഒക്കെ പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത ഉണ്ടാകാറുണ്ട്. പിന്നെ 11th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ IRR എന്താണ്, 1 മാർക്കിന് NPV എന്താണ്, PI എന്താണ്, പേബാക്ക് പീരീഡ് എന്താണ്, ARR എന്താണ്, അതൊക്കെ ഞാനിതിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 4th സെമസ്റ്റർ BBA കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ ആൻസർ ഷോർട്ടായിട്ട് വളരെ ബ്രീഫായിട്ട് മാത്രമേ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഓൺവേർഡ്സിൽ ടെക്സ്റ്റൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എക്സാം അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഷുവർലി യു കുഡ് സ്കോർ അബൌട്ട് 90% മാർക്ക്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എക്സാം ഹാളിൽ കയറുക. സോ എല്ലാവർക്കും വിജയാശംസകൾ. വിഷ് യു ഓൾ ദ സക്സസ് ഫ്രം റിറ്റ്സ് എജു. താങ്ക് യു.